മെഹനുടെ ഫോട്ടോയ്ക്ക് താഴെ ഇപ്പോൾ ഈ രണ്ടാം വിവാഹത്തിന് താഴെ ഇത്ര പെട്ടെന്നെല്ലാം മറന്നു എന്നും റിഫയെ ഓർക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നിരവധി പേർ എത്തുന്നുണ്ട്. എന്നാൽ എനിക്ക് ജീവിക്കണ്ടേ എന്നാണ് ഇപ്പോൾ മെഹനാസ് ചോദിക്കുന്നത്. റിഫ മെഹനു മരിച്ചിരിക്കുന്നു. ഇത് ആക്ച്വലി പോസ്റ്റ് ചെയ്തത് അവരുടെ തന്നെ ഭർത്താവായ മെഹനാസ് മെഹനു ആയിരുന്നു. എന്റെ ഭാര്യ റിഫ മെഹനു മരിച്ചിരിക്കുന്നു. ആ മരണം അത്രത്തോളം ആളുകളെ അല്ലെങ്കിൽ കേരളത്തിനെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു മരണമായിരുന്നു. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? 2 വർഷങ്ങൾക്ക് മുന്നേ റിഫ മെഹനു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുബായിൽ ഒരു ഫ്ലാറ്റിനകത്ത് തൂങ്ങി മരിച്ച ന്യൂസ് നമ്മൾ വളരെയധികം ഷോക്കിങ്ങോട് കൂടിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും അറിയുന്നുണ്ടാവും റിഫ മെഹനു ആരാണെന്നുള്ളത്. ഒരു യൂട്യൂബർ ആയിരുന്നു, അതുപോലെ തന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു. ഒരു ഫാഷൻ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഫേസ് ആയിരുന്നു റിഫ മെഹനു. മെഹനാസ് മെഹനു, അതുപോലെ തന്നെ അവർക്കൊരു കുഞ്ഞു വാവയുണ്ടായിരുന്നു. ഇതായിരുന്നു അവരുടെ ജീവിതം. നമ്മൾക്ക് പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ആരെയും അസൂയാക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു അവർക്ക്. മെഹനാസിന്റെയും റിഫയുടെയും അതുപോലെ തന്നെ കുട്ടിയുടെയും ഇടയ്ക്കിടയ്ക്ക് അവർ ട്രിപ്പ് പോകുന്നു, ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നിന്നൊന്നും അടിപൊളി ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ ഓരോ പുതിയ പുതിയ ഡ്രസ്സുകൾ കൊണ്ടുവരുന്നു, പുതിയ ഫാഷൻ കൊണ്ടുവരുന്നു. ആരെയും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു അവരുടേത്. പല ആളുകളും അത് സത്യമാണ് എന്ന് വിശ്വസിച്ചു. അതുപോലെ തന്നെ പല ആളുകളും ഒരുപാട് തുടക്കത്തിൽ വളരെ കുറച്ച് ഫോളോവേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഈ റിഫ മെഹനു വളരെ പെട്ടെന്നാണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളർന്ന ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് അവർക്കൊരു കുഞ്ഞു കുട്ടി ഉണ്ടാവുന്നതും കാര്യങ്ങളെല്ലാം. ഇതിനകത്ത് തന്നെ അവരുടെ ലവ് സ്റ്റോറി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് 1, 2, 3 വീഡിയോ ഒക്കെ ആയിട്ട് അവർ പാർട്ടായിട്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കത് കേൾക്കുന്ന ആളുകൾക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂ ജനറേഷനിലുള്ള ആളുകൾക്ക് അത് കേൾക്കുന്ന സമയത്ത് ആർക്കാണെങ്കിലും വാവ് വാട്ട് എ വണ്ടർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് റിഫ മെഹനുവിൻ്റെയും മെഹനാസ് മെഹനുവിൻ്റെയും. രണ്ടുപേരും 2 ജില്ലയിലുള്ള ആളുകളാണ്. ഒരാൾ എനിക്ക് തോന്നുന്നു കോഴിക്കോടാണ്, മറ്റേ ആൾ കണ്ണൂരോ കാസർഗോഡ്, അങ്ങനെ ഏതോ ഒരു ഭാഗത്താണ്. എന്തായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാപ്പകൽ വ്യത്യാസമുള്ള 2 മനുഷ്യന്മാരുടെ കൂടിച്ചേരലായിരുന്നു ആ കല്യാണം എന്നുള്ളത്. അതിനുശേഷം അവർ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വാവ് വാട്ട് എ വണ്ടർഫുൾ ഐഡിയൽ കപ്പിൾ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ജീവിതം. ആഡംബരം നിറഞ്ഞ പുതിയ റിസോർട്ടുകളിൽ പോകുന്നു, പുതിയ ആളുകളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പല സ്ഥലങ്ങളിലേക്ക് അവർ കറങ്ങാൻ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ വാട്ട് നോട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തിരുന്നതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ ആക്ച്വലി അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവർ ദുബായ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് നമ്മളെല്ലാവരെയും ഷോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂസ് നമ്മൾ കേട്ടത്. റിഫ മെഹനു മരിച്ചിരിക്കുന്നു. ഇത് ആക്ച്വലി പോസ്റ്റ് ചെയ്തത് അവരുടെ തന്നെ ഭർത്താവായ മെഹനാസ് മെഹനു ആയിരുന്നു. എൻ്റെ ഭാര്യ റിഫ മെഹനു മരിച്ചിരിക്കുന്നു എന്നുള്ള ന്യൂസ് നമ്മൾ വളരെയധികം ഷോക്കിംഗ് ആയിട്ടാണ് നമ്മൾ കേട്ടത്. കാരണം സോഷ്യൽ മീഡിയയിൽ കാണുന്ന റിഫ മെഹനുവിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ഷീ ഈസ് എ പെർഫെക്റ്റ് ലേഡി. നല്ലൊരു ഹസ്ബൻഡ് ഉണ്ട്, ഒരു മോനുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഇഷ്ടം പോലെ ഡ്രസ്സ്, ഇഷ്ടം പോലെ കറങ്ങി നടക്കാനുള്ള ഒരു അവസരങ്ങൾ, ഇതെല്ലാം ഉള്ള ഒരു പെൺകുട്ടി എന്തിനു മരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ സത്യത്തിൽ ലിറ്ററലി കേരളം മൊത്തം അങ്ങോട്ട് ഷോക്കായി. റിഫ മെഹനുവിനെ അന്ന് അറിയാത്ത ആളുകൾ പോലും ചിലപ്പോൾ അന്ന് അറിഞ്ഞിട്ടുണ്ടാകും. കാരണം ആ മരണം അത്രത്തോളം ആളുകളെ അല്ലെങ്കിൽ കേരളത്തിനെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു മരണമായിരുന്നു. കാരണം സെലിബ്രിറ്റി സ്റ്റേറ്റസിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും സംശയമില്ലാത്ത രീതിയിൽ ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് മരിച്ചു എന്നുള്ളത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് സംശയം എന്താന്ന് വെച്ചാൽ ഓരോ ദിവസവും പുതിയ പോസ്റ്റുകൾ ഇട്ട് ആളുകളെ എന്റർടൈൻ ചെയ്യുന്ന ആള്, അതിന്റെ മരിക്കുന്നതിന്റെ കുറച്ച് മുന്നേ പോലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയോ പോസ്റ്റ് എന്തോ ഇട്ടിട്ട് അതിനുശേഷമാണ് ആള് മരിച്ചത്. നമുക്ക് ഒരിക്കലും അറിയില്ല ഒരു കുട്ടി ഇങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം. മരിച്ചതിന് ശേഷമാണ് പിന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചുരുളഴിയാൻ തുടങ്ങിയത്. മെഹനാസ് മെഹനുവും അതുപോലെ തന്നെ റിഫ മെഹനുവും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും, അതുപോലെ തന്നെ മെഹനാസ് മെഹനു അതായത് അവളുടെ ഭർത്താവ് അവളെ ഫിസിക്കലി ടോർച്ചർ ചെയ്തിരുന്നു എന്നുള്ളതും, അവർ തമ്മിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മെഹനാസ് മെഹനുവിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, റിഫക്കാണ് വേറെ റിലേഷൻ, മെഹനാസിനല്ല എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് അവളെ കുറെ പേര് രംഗത്ത് വന്ന് സംസാരിച്ചു.
മെഹനാസിന് ഫേവർ ചെയ്തിട്ട് കുറേ പേര് സംസാരിച്ചു, റിഫ മെഹനുവിന് ഫേവർ ചെയ്ത് കുറേ പേര് സംസാരിച്ചു, കുറേ പേര് പറഞ്ഞു ഞങ്ങൾ അവർ വഴക്കിടുന്നത് കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഒരു സമയത്ത് മൊത്തത്തിൽ യൂട്യൂബിനകത്തും അതുപോലെ ഇൻസ്റ്റാഗ്രാമിനകത്തും ഒരു ജഗ പുകയായിരുന്നു. ആളുകൾ അത് മൊത്തത്തിൽ ആ ന്യൂസ് ഏറ്റെടുത്ത് ഭയങ്കര ഷോക്കിങ്. ലിറ്ററലി എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊക്കെ ഭയങ്കര ഷോക്കായി പോയി. കാരണം ഞാനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കെല്ലാം നോക്കിയിരുന്ന ഒരു ഫാമിലി ആയിരുന്നു അത്. കാരണം ഒന്നാമത് ഒരു കുട്ടിത്തം തുളുമ്പുന്ന റിഫയുടെ മുഖം പെട്ടെന്നൊന്നും ആർക്കും മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മരണം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ കുറ്റം പറഞ്ഞത് മെഹനാസ് മെഹനു എന്ന് പറഞ്ഞ ഭർത്താവിനെയായിരുന്നു. ഭർത്താവിന്റെ ഡൊമസ്റ്റിക് വയലൻസ് കാരണം, ഭർത്താവ് അവൾക്ക് സമാധാനം കൊടുക്കാത്തത് കൊണ്ട്, അതുപോലെ തന്നെ മെഹനാസ് മെഹനു അവളെ സൂയിസൈഡ് ചെയ്യാൻ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കതിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ. അവളുടെ ഫാമിലി, റിഫ മെഹനുവിന്റെ ഫാമിലി വലിയൊരു അക്യൂസേഷൻ ആണ് ഈ ഒരു ചെക്കനെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം തന്നെ ഇപ്പോഴും അവരുടെ രണ്ടുപേരുടെയും കുഞ്ഞ് റിഫയുടെ ഫാമിലിയുടെ അടുത്ത് അവർ ഇതുവരെ ആ മെഹനാസിനെ, അതായത് ആ കുട്ടിയുടെ ഉപ്പാക്ക് കുട്ടീനെ വിട്ടുകൊടുത്തിട്ടില്ല. ഉമ്മയോ നഷ്ടപ്പെട്ടു, ഉപ്പാക്ക് കുട്ടീനെ കൊടുക്കാൻ അവർ തയ്യാറല്ല. കാരണം തൻ്റെ സ്വന്തം മകളുടെ ജീവൻ അപഹരിച്ചത് ഈ ഒരു പഹയനാണ് അല്ലെങ്കിൽ ഈ ഒരു പയ്യനാണ് എന്നുള്ള അവരുടെ ചിന്തയിൽ നിന്ന് ആ കുട്ടീനെ അവർ വിട്ടുകൊടുത്തിട്ടില്ല. അപ്പൊ ഇത്രയും മുൾമുനയിൽ നിൽക്കുന്ന മെഹനാസ് മെഹനുവിന്റെ ഇപ്പൊ വന്നിട്ടുള്ള ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് വിവാഹിതനായി എന്നുള്ളതാണ്. അപ്പൊ വളരെ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ പോലും മെഹനാസ് മെഹനു റിഫയെ കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളെല്ലാം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ കേരള സമൂഹം മൊത്തം മെഹനാസിനെ കുറ്റം പറയായിരുന്നു. പക്ഷെ മെഹനാസിന് ഒരിക്കൽ പോലും ഞാനല്ല തെറ്റുകാരൻ എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവര് വളരെ വൃത്തിക്ക് വ്യക്തമായി തന്നെ സൂയിസൈഡ് റിപ്പോർട്ടിൽ അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ബയോപ്സി റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. സോറി ഗൈസ്, ബയോപ്സി റിപ്പോർട്ടല്ല, ഓട്ടോപ്സി റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് മരിച്ചതിന് ഉള്ള കാരണം സൂയിസൈഡ് ആണ്, തൂങ്ങി മരിച്ചതാണ് എന്നുള്ളത്. പക്ഷെ തൂങ്ങി മരിക്കാൻ റിഫയെ പോലുള്ള ഒരു പെൺകുട്ടി എന്തിനു തൂങ്ങി മരിച്ചു എന്നുള്ളതൊരു ചോദ്യമാണ്. ആ കുട്ടി മരിക്കുന്ന സമയത്ത് 22, 23 അങ്ങനെ എന്തോ ഒരു കുഞ്ഞു ഏജിലാണ് ആ കുട്ടി മരിക്കുന്നത്. ജീവിതം പഠിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, ആ ഏജിൽ തന്നെ മരിച്ചു എന്നുള്ളതാണ്. അത്രയ്ക്കും താങ്ങാനാവാത്ത എന്തോ ഒരു വിഷമം അവളെ അലട്ടിയിട്ടുണ്ടാവണം എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ്. അതിനുള്ള കാരണം മെഹനാസ് ആണ് എന്ന് പല ആളുകളും പല വീഡിയോ ക്ലിപ്സും അതുപോലെ തന്നെ പല ഓഡിയോ ക്ലിപ്സും ശരിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് മെഹനാസിന് ഇനി ഒരു ജീവിതം ഉണ്ടാവില്ല. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോയിരുന്ന ഒരു ജീവിതമായിരുന്നു മെഹനാസിന്റെയും റിഫയുടെയും. ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് മെഹനാസിന്റെ കല്യാണം കഴിഞ്ഞു. റിഫ മരിച്ച് ഏകദേശം 2 വർഷം കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ മെഹനാസിന്റെ കല്യാണം കഴിഞ്ഞു. അവൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഒരു ജീവിതമില്ലേ, ഞാനും ജീവിക്കണ്ടേ, എന്നും റിഫയെ തന്നെ ആലോചിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മെഹനാസ് ചോദിക്കുന്നത്. ഒരു പക്ഷേ അവന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയായിരിക്കാം. ഞാൻ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിലുള്ള ജീവിതം കണ്ടിട്ട് ഒരിക്കലും അനുകരിക്കാൻ ശ്രമിക്കരുതെന്നതാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ ആക്ച്വലി കണ്ടത്, ഈ കല്യാണത്തിന്റെ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ട് കണ്ടിട്ടുള്ളത് ഒരു സിനി സംതിങ് ചാനലിൽ നിന്നാണ്. അതിന്റെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വർഷങ്ങൾക്ക് മുൻപ് വിദേശത്ത് വെച്ച ഒരു പ്രശസ്ത വ്ളോഗർ ആത്മഹത്യ ചെയ്ത സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തീരാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവ് മെഹനു എന്ന വ്യക്തി ഇപ്പോൾ ഇതാ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ്. വിവാഹം കഴിച്ച് വെറും ഒരാഴ്ച മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. റിഫ എന്ന പെൺകുട്ടി അധികം ആർക്കും മറക്കാൻ സാധിക്കില്ല. അത്രമേൽ പുഞ്ചിരിയുള്ള സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. റിഫയുടെ കണ്ണുകളിലാണ് എപ്പോഴും തീക്ഷ്ണതയുള്ളത്. അതുകൊണ്ട് ആർക്കും റിഫയെ പെട്ടെന്ന് മറക്കാനാകില്ല. ദുബായിൽ ഒരു പ്രശസ്ത വ്ളോഗർ ആത്മഹത്യ ചെയ്ത നിലയിൽ സ്വന്തം ഫ്ളാറ്റിൽ കണ്ടെത്തിയതിനെ തുടർന്നുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ നിരവധി കാര്യങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ അന്ന് ചർച്ച ചെയ്തിരുന്നത്. വിവാഹം കഴിക്കുമ്പോഴുള്ള റിഫയുടെ പ്രായം ഉൾപ്പെടെ പലതും അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ദുബായിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു വ്ളോഗർ റിഫയെ അന്ന് കണ്ടെത്തിയത്. അന്ന് ഭർത്താവ് മെഹനാസിന് നേരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് മെഹനാസിന്റെ അവസ്ഥ അത്രമാത്രം കാഠിന്യമുള്ളതായിരുന്നു. പുലർച്ചെ കാസർഗോഡ് നിന്ന് മെഹനാസിനെ കോഴിക്കോട് കാക്കൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നീട് വിട്ടയക്കുകയുമായിരുന്നു. മാർച്ച് 1 ദുബായ് ജാഫിലിയിലെ ഫ്ളാറ്റിൽ റിഫ മെഹനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി തിരിച്ചെത്തിയ ഭർത്താവാണ് മൃതദേഹം ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് നാട്ടിലെത്തിച്ച മൃതദേഹം ഉടൻ തന്നെ മറവ് ചെയ്യുകയുമായിരുന്നു. പിന്നീട് പെരുമാറ്റത്തിലുൾപ്പെടെ റിഫയുടെ ഭർത്താവ് മെഹനാസ് അസ്വാഭാവികത കാണിച്ചു തുടങ്ങിയതോടെയാണ് കുടുംബാംഗങ്ങൾക്ക് സംശയം തോന്നിയത്.
മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മാതാപിതാക്കൾ പരാതിപ്പെട്ടതോടെയാണ് ഖബറടക്കിയ മൃതദേഹം പുറത്തെടുത്ത് മെയ് 7-ന് പോസ്റ്റ്മോർട്ടം നടത്തിയത്. റിഫ തൂങ്ങി മരിച്ചതാണെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത്. കഴുത്തിൽ കാണപ്പെട്ട അടയാളം തൂങ്ങി മരണമാണെന്ന നിഗമനം ശരിവയ്ക്കുന്നതുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മെഹനാസിന്റെ പീഡനമാണ് റിഫയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെയും സ്റ്റോറിയൊക്കെ പങ്കുവച്ചിരുന്ന റിഫയാണ്. അതുകൊണ്ട് തന്നെ റിഫ മരിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിലൂടെ റിഫയും മെഹനാസും പരിചയപ്പെട്ട് ഒരുമിച്ചതൊക്കെ. വിവാഹിതരായ ഇരുവരും ജനുവരിയിൽ ദുബായിലെത്തി. അവിടെ ഒരു പർദ്ദ കമ്പനിയിൽ റിഫയ്ക്ക് ജോലിയും ലഭിച്ചിരുന്നു. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയാണ് മെഹനാസ്. റിഫ കോഴിക്കോട് സ്വദേശിയും. ഇരുവർക്ക് 2 വയസ്സുള്ളൊരു മകനുണ്ടായിരുന്നുവെന്ന്. ഇവനിന്ന് 4 വയസ്സാണ്. ഇപ്പോഴും റിഫയുടെ മകൻ അവരുടെ ഉമ്മയുടെയും അപ്പയുടെയും കൂടെയാണ്. ഇപ്പോഴും മെഹനാസിന്റെ അടുത്തേക്ക് കുഞ്ഞിനെ വിട്ടുകൊടുത്തിട്ടില്ല. മെഹനാസും ഇപ്പോൾ അതിന് വാശി പിടിക്കുന്നില്ല. മെഹനുടെ ഫോട്ടോയ്ക്ക് താഴെ ഇപ്പോൾ ഈ 2ാം വിവാഹത്തിന് താഴെ ഇത്ര പെട്ടെന്നെല്ലാം മറന്നു എന്നും റിഫയെ ഓർക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നിരവധി പേർ എത്തുന്നുണ്ട്. എന്നാൽ എനിക്ക് ജീവിക്കണ്ടേ എന്നാണ് ഇപ്പോൾ മെഹനാസ് ചോദിക്കുന്നത്. അവളെ ഓർത്തിരിക്കാൻ പറ്റുമോ? എൻ്റെ ജീവിതം എനിക്ക് നോക്കണ്ടേ? എനിക്ക് ജീവിക്കാൻ തോന്നി ഞാൻ ജീവിക്കുന്നു. ഇങ്ങനെയാണ് അന്ന് മെഹനാസ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ഒരാഴ്ചയ്ക്ക് മുമ്പായിരുന്നു മെഹനാസ് ഈ പറഞ്ഞ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. 2ാം വിവാഹത്തിന് 2 വർഷം എടുത്തിരുന്നുവെങ്കിലും ഇതും വളരെ നിർണായകമായ കാര്യമാണെന്ന് പറഞ്ഞേ മതിയാകൂ. ഭാര്യ മരിച്ച് 4 വയസ്സുള്ളൊരു കുഞ്ഞുണ്ടായിട്ട് പോലും ആ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാതെ മറ്റൊരു വിവാഹത്തിലേക്ക് പോയ മെഹനാസിന്റെ നേരെ തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ. നിങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോക്കകത്ത് ഈ കുട്ടിത്തം തുളുമ്പുന്ന റിഫ മെഹനുവിനെ എങ്ങനെയാണ് നമ്മൾ മറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസ് ഈ ഒരു പയ്യന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത്. അവനിപ്പോൾ വീട് വെച്ചു, വിവാഹം കഴിഞ്ഞു. ഇതില് സൂയിസൈഡ് ചെയ്ത ഈ ഒരു റിലേഷൻഷിപ്പിലെ പ്രശ്നം കൊണ്ട് സൂയിസൈഡ് ചെയ്ത ആർക്കാണ് സത്യത്തിൽ നഷ്ടം സംഭവിച്ചത്? റിഫയുടെ ജീവിതം അവൾക്ക് പോയി. സത്യത്തിൽ അവൾ ബുദ്ധിപരമായി ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, ലോജിക്കലി ഇമോഷൻ വിട്ടിട്ട് ലോജിക്കലായിട്ട് അവൾ ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഉമ്മ ഉണ്ടാകുമായിരുന്നു. ഒരുപക്ഷെ അവർ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുമായിരിക്കും, പക്ഷെ എന്നാലും ആ ഒരു കുട്ടിക്ക് ഉമ്മയും ഉപ്പയും ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ആ റിഫ മെഹനു എന്ന് പറഞ്ഞ സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതം നഷ്ടപ്പെട്ടത് റിഫ മെഹനുവിന്റെ ഉമ്മാക്ക്, അവളുടെ ഉപ്പാക്ക്, അവളുടെ കുട്ടിക്ക്, അവളുടെ ബന്ധുക്കൾക്ക്, അവളുടെ സുഹൃത്തുക്കൾക്ക് റിഫയെ നഷ്ടപ്പെട്ടു. മെഹനാസിന് എന്താ നഷ്ടപ്പെട്ടത്? അവന് 2 വർഷം ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കോമാളിത്തരം കാണിച്ചിട്ട് ഞാനല്ല അവളെ കൊന്നത്, എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് പറഞ്ഞ് അഭിനയിച്ച് നടന്നു. ആൻഡ് ഫൈനലി അവനും ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു. ഇവിടെ നഷ്ടപ്പെട്ടത് റിഫയാണ്. അവൾ ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവളുടെ ഒരുപാട് സ്വപ്നങ്ങൾ അവൾക്ക് പൂർത്തീകരിക്കാമായിരുന്നു. പലപ്പോഴും പ്രശ്നം സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ പെൺകുട്ടികൾ പലപ്പോഴും ചിന്തിക്കുന്നത് കല്യാണമാണ് എൻ്റെ അവസാന സ്പേസ്, എൻ്റെ കല്യാണം അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തീർന്നു എന്നുള്ള രീതിയിൽ പെൺകുട്ടികൾ പലപ്പോഴും ഇത് എടുക്കുന്ന സമയത്താണ് പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാരേജ് ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് എ ലൈഫ്. ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് കല്യാണം. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ധൈര്യത്തോടു കൂടെ ഇറങ്ങി വരാനുള്ള ഒരു മനസ്ഥിതി, ഒരു കോൺഫിഡൻസ് നമ്മൾക്ക് ഉണ്ടാവണം. അതിന് നമ്മൾ നമ്മളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. പെൺകുട്ടികൾ എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെയുള്ള സംഭവങ്ങൾ എന്തായാലും ഉണ്ടാവില്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടും ഒന്നിനും പറ്റാത്ത പെൺകുട്ടികളും ഉണ്ട് കേട്ടോ. തീരുമാനങ്ങൾ എടുക്കാനൊന്നും കഴിയാത്ത. ഇപ്പൊ അടുത്തൊരു കാലത്താണ് ഡൊമസ്റ്റിക് വയലൻസ് കാരണം ഒരു ഡോക്ടർ മരിച്ചത്. നമ്മൾ പെൺകുട്ടികൾക്ക് ധൈര്യത്തോടു കൂടെ വിദ്യാഭ്യാസം കൊടുക്കണം. ധൈര്യം പ്ലസ് എഡ്യൂക്കേഷൻ രണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ നമ്മൾക്ക് 100% പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഉണ്ട്. ആ ഒരു ഐഡന്റിറ്റി മറ്റൊരാളുടെ മുന്നിൽ അടിയറവ് വെക്കേണ്ടതല്ല. മറ്റൊരാൾ നമ്മളെ ഉപദ്രവിച്ചു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തീർക്കേണ്ട ഒരു ജീവിതമല്ല ആ ഒരു ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ഡിസൈഡ് ചെയ്യുക ആൻഡ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സെലിബ്രിറ്റീസിൻ്റെ ലൈഫ് ഒരിക്കലും കോപ്പി ചെയ്യരുത്. നമ്മൾ പലതും കാണുന്നത് ജസ്റ്റ് ഒരു ഹാഫ് പാർട്ട് ഓഫ് ദെയർ ലൈഫ് മാത്രമാണ്. അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമേ അവരെ സൊസൈറ്റിക്ക് മുന്നിൽ കാണിക്കുന്നുള്ളൂ. ബാക്കി കാണുന്ന 3/4 ഭാഗവും അതിനകത്ത് കാണിക്കുന്നില്ല. ഒരു ദിവസത്തിൽ അവരൊരു വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് നേരത്തേക്ക് വ്ളോഗ് കാണുന്നുള്ളൂ. ബാക്കിയുള്ള 23.5 മണിക്കൂർ നമ്മൾ കാണുന്നില്ല. അവിടെയുള്ള റിയാലിറ്റി എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് റിയാലിറ്റി എന്ന് വിചാരിച്ച് അതിലേക്ക് വീഴുന്ന പെൺകുട്ടികൾക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ ഇനിയും ബാക്കി കിടക്കണം. സോ ജീവിതം ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളാണ്. അത് പുരുഷനാകട്ടെ സ്ത്രീ ആവട്ടെ,
രണ്ടുപേരുടെയും ജീവിതം ഡിസൈഡ് ചെയ്യുന്നത് അവരായിരിക്കണം. അതല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ജീവൻ അപഹരിക്കാൻ ഒരിക്കലും നിന്നു കൊടുക്കരുത്. സോ ദിസ് ഇസ് എ മെസ്സേജ് ടു എവ്രി വൺ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.